ഇന്നും നമ്മളിതാ നമ്മുടെ ക്വില്ലിംഗ് പേപ്പർ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പൊ ഇന്നും ഒരു കമ്മലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ജിമിക്കിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 5 ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കമ്മലക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ കമ്മലന്റെ ഒരു സീരീസ് തുടങ്ങുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വെറൈറ്റി കമ്മലുകൾ ഉണ്ടാക്കി നോക്കാലോ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കമ്മലിന് അത്ര അധികം സമയമൊന്നും ഇല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി എടുത്താൽ മതി. അപ്പൊ ഒരു പേപ്പർ കഴിയാൻ നേരത്ത് അടുത്ത പേപ്പർ ഇതിന്റെ എൻഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ 2 റൗണ്ട്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 ചെറിയ റൗണ്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒറ്റ ഷീറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ദാ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ജിമിക്കിന്റെ ഷേപ്പ് ആക്കി എടുക്കണ്ടേ? അതിനൊന്നും ചെയ്യാനില്ല. ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ജിമിക്കിന്റെ ഷേപ്പ് ആയിട്ട് കിട്ടും. ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ചെയ്യുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഊരി പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ദാ നമ്മളിവിടെ 2 ജിമിക്ക് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജിമിക്ക് ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗം എടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കമ്മലൊക്കെ അങ്ങോട്ട് തിളങ്ങട്ടെ അല്ലെ. ഇനി നമ്മൾ ഇവിടെ കുഞ്ഞു റൗണ്ട് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ സ്റ്റെഡുമിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജിമിക്കിനെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന്, അതായത് നമ്മളെ ജിമിക്കിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയി കഴിയും. ആ വളച്ചു കൊടുത്തതിന്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു റിങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതുമല്ലാണ് നമ്മുടെ സ്റ്റെഡ് ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്റ്റെഡിന് സെന്ററിൽ ഒരു സീക്വൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചുറ്റി എടുത്തതിന്റെ സെന്ററിൽ ഒരു ഹോൾ കാണും. അപ്പൊ അതൊരു വൃത്തികേടായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു സീക്വൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ജിമിക്കി കമ്മൽ കാണാനായിട്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ കമ്മലിന്റെ സീരീസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.